ദേ ഇപ്പോൾ ഒരു സാധനം കാണിക്കാം. ദേ ഈ അമ്മയെ കണ്ടോ? ഇത് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. ഈ ഒരു അമ്മയാണ്, നേർക്കാഴ്ചയാണ്. ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരുന്ന് ഇവിടെ തന്നെ ഉണ്ടാകും. ഇരിക്കുമ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെ വീണു പോവായിരുന്നു. ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. 2 മാസത്തെ ട്രീറ്റ്മെന്റ് കൂടാ. വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. ഇരുന്നാൽ എണീക്കാനും ആവില്ല. നമ്മുടെ വേദത്തിൽ പറയുന്നത് കമ്പവാദം വിറവാദം എന്നുള്ള രീതിയിലാണ്. റൂമിന്റെ ഒക്കെ എങ്ങനെയാ പ്രൈസ്? നമുക്ക് സ്റ്റാർട്ടിങ് 600 രൂപ മുതൽ. നമസ്കാരം. നമ്മളിപ്പോ കോഴിക്കോടാണ് നിൽക്കുന്നത്. ഇവിടെ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുമുറ്റം നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഏകദേശം ഒരു 4 വീഡിയോ ചെയ്ത് ആയിരക്കണക്കിന് ആൾക്കാർ റിസൾട്ട് ആണ്. എന്തൊക്കെ അസുഖങ്ങൾ? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ്, പാർക്കിൻസൺസുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ സോറിയാസ്, ഇതിനൊക്കെ റിസൾട്ട് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. അപ്പൊ വടക്കൻ ജില്ലക്കാർ പറഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി ഉപകാരമാണെന്നുള്ളത്. അങ്ങനെ അവർ തുടങ്ങിയ ഒരു വലിയൊരു സെറ്റപ്പാണ്. ശരിക്കും അതിന്റെ വിശേഷങ്ങൾ നമ്മൾ നേരിട്ട് കാണാം. ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. പേര്? എൻ്റെ പേര് ഡോക്ടർ അസിയ, ഗുരുമുറ്റം ആയുർവേദ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് ഈ കോഴിക്കോട് തുടങ്ങിയത്. അതെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ രീതിയൊക്കെ? നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ വരുന്നത് മാവേലിക്കരയാണ്. പക്ഷെ നമുക്ക് പേഷ്യൻസ് ഈ മലബാർ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ പേഷ്യൻസിന് ട്രാവൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് നമ്മളിവിടെ കോഴിക്കോട് പുതിയതായിട്ട് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡോക്ടറെ, ഈ അമ്മയുടെ കാര്യം എന്തുവെന്ന് വെച്ചാൽ എന്തായിരുന്നു പ്രശ്നം അമ്മയ്ക്ക്? കാർത്തികപ്പള്ളി എന്നുള്ള രേവമ്മയെന്ന് പറഞ്ഞ അമ്മയാണ്. 2 വർഷം മുമ്പ് നിങ്ങൾ തന്നെ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ട്രെമേഴ്സ്, റിജിഡിറ്റി ഒക്കെ മാറി നടക്കുന്നതിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ചെക്കപ്പിന് വേണ്ടി വന്നതാണ് ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ. അമ്മ ഇപ്പം എങ്ങനെയുണ്ടമ്മേ? എനിക്ക് ഒരുപാട് കുറവുണ്ട്. മറ്റേ എനിക്ക് നടക്കണമെങ്കിൽ ആരെങ്കിലും പിടിക്കണം, അതുപോലെ തന്നെ കൂടുതലായിരുന്നു. ഒരു തുണി പോലും ഉടുക്കാൻ വയ്യായിരുന്നു. ഇന്ന് ഞാൻ സ്വന്തമായിട്ട് ഇട്ടോണ്ട് വന്നതായത്. എനിക്ക് ഒരുപാട് കുറവുണ്ട്. നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. മരുന്നുകൾ തരികയും എന്നെ നോക്കുകയും ചെയ്ത് എൻ്റെ ഫലമാണ്. ഞാൻ മരിച്ചു പോകണമെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചവളായിരുന്നു. അതെ, പക്ഷെ എനിക്കൊരു കുഴപ്പവും ഇല്ല ഇപ്പം. ഡോക്ടർ, ഇത് എന്താ അസുഖത്തിന്റെ പേര്? ഈ പാർക്കിൻസൺ എന്ന് പറഞ്ഞ ഡിസീസാണ്. ഇത് പ്രധാനമായിട്ടും പണ്ട് ഉള്ള നമ്മുടെ വേദത്തിൽ പറയുന്നത് കമ്പവാദം വിറവാദം എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്ക് നമ്മുടെ ആയുർവേദ സംഹിതകളിൽ നമ്മുടെ ഈ വിറവാദത്തെക്കുറിച്ച് അത്ഭുതകരമായിട്ടുള്ള, അതായത് രഹസ്യ മരുന്നുകൾ ഉണ്ട്. അതിൻ്റെ ഇത് വെച്ചിട്ടുള്ള ചികിത്സകളും പഞ്ചകർമ്മ ഇത്യാദി ചികിത്സകളും കൊണ്ടാണ് നമുക്ക് ഇത്ര ഇമ്പ്രൂവ്മെന്റ്സ് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കോഴിക്കോടാണ് നിൽക്കുന്നത്. നമസ്കാരം വൈദ്യരെ. നാട്ടില് ശരിക്കും 4ാമത്തെ വീഡിയോ ഗുരുമുറ്റത്തിൽ നമ്മൾ എടുത്തിരുന്നു. മാവേലിക്കരയിൽ നിന്ന് വടക്കൻ ജില്ലക്കാർക്ക് കോഴിക്കോടാണ് ഹോസ്പിറ്റൽ തുടങ്ങി. ആദ്യത്തെ ഹോസ്പിറ്റൽ ഇവിടെ കഴിഞ്ഞു, 2ാമത്തെ ഹോസ്പിറ്റലായത്. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആൾക്കാരെല്ലാം നല്ല സ്നേഹസമ്പന്നരൊക്കെയാണ്. പക്ഷെ അവരുടെ രോഗം മാറിയാൽ മതി. അതിന് നമ്മൾ തയ്യാറാണല്ലോ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഇപ്പം ആൾക്കാരുണ്ടോ? നമുക്ക് IP അഡ്മിഷൻസ് ഉണ്ട്. നമുക്കപ്പോൾ പേഷ്യൻസിനെ കൊണ്ട് കാണാം, കുറച്ച് പേര് കാണാം. ഡോക്ടറെ, ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? അച്ഛൻ പാർക്കിൻസൺസ് ഡിസീസായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു. അച്ഛൻ ന്യൂയോർക്കിൽ നിന്നാണ് വരുന്നത്. ഒരു 21 ഡേയ്സ് IP അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് അച്ഛൻ വരുന്ന സമയത്ത് അച്ഛന് നല്ല രീതിയിൽ ട്രെമേഴ്സ് ഉണ്ടായിരുന്നു, മസിൽ സ്പാസം, റിജിഡിറ്റി, അതുപോലെ സ്പീച്ചിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, സ്ലറിങ് സ്പീച്ച് ആയിരുന്നു, അതുപോലെ പോസ്റ്ററൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു, ബാലൻസിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെയായിരുന്നു അച്ഛൻ വരുന്ന സമയത്ത് അച്ഛനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ. നമസ്കാരം സാറേ. പേര്? തമ്പി. എത്ര വർഷമായിട്ട് ഇവിടെ? 2 വർഷമായിട്ട് ഈ ട്രംബ്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അച്ഛന്? സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ നടക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ കൈ എപ്പോഴും ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര വിറയലായിരിക്കും. ഒട്ടും ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നല്ല വ്യത്യാസമുണ്ട്, നല്ലോണം കുറവുണ്ട്. എത്ര വർഷമായിട്ട് ഇപ്പം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എത്ര വർഷം? ഞങ്ങൾ 12 വർഷത്തോളം ആയിരുന്നു അവിടെ. പക്ഷെ അവിടുന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു, പക്ഷേ അതിനൊരു മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ അച്ഛൻ്റെ പേര് രാജീവ് എന്നാണ്. അച്ഛൻ നമ്മുടെ അടുത്ത് ഒരു 2 months മുന്നേ പാർക്കിൻസൺസ് ഡിസീസ് ആയിട്ടാണ് വരുന്നത്. അച്ഛൻ വരുന്ന സമയത്ത് അച്ഛന് നല്ല രീതിയിൽ വിറയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇരിക്കുമ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെ വീണു പോകുമായിരുന്നു. കഴുത്തൊന്നും നെക്ക് ഹോൾഡിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ മസിൽസ് എല്ലാം നല്ല റിജിഡായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, സംസാരം കാര്യങ്ങളെല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു അച്ഛന്. ഇപ്പോൾ 21 ദിവസത്തെ നമ്മുടെ IP ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം അച്ഛനെടുത്തു. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം അച്ഛന് നന്നായി ഇരിക്കാനും കാര്യങ്ങളെല്ലാം പറ്റുന്നുണ്ട്, നടക്കുന്നതും എല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ വിറയലും എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അച്ഛനുണ്ട്. സന്തോഷമാണോ ഇപ്പം? വളരെ സന്തോഷം. വിറയൽ കുറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം. അതും ശരിക്കും നല്ല വിറയലായിരുന്നു. നല്ല വിറയലായിരുന്നു. അത് നല്ല മാറ്റമായി. നല്ല വ്യത്യാസമുണ്ട്. നേരത്തെ പെടലിയൊന്നും ഇത്ര ഇതായിട്ടല്ലായിരുന്നല്ലോ, കൂടുതലായിട്ട്. അതെ.
അച്ഛന് ഇത്രയും നെക്ക് ഹോൾഡ് ചെയ്യാൻ പോലുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. 9 കൊല്ലമായി. 9 കൊല്ലമായി. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ? ഓ, ഇഷ്ടം പോലെ. ഒത്തിരി സ്ഥലത്ത് പോയതാ. ഇവിടെ വന്നതൊക്കെയാണ് ഈ മാറ്റം ഉണ്ടായത്. വളരെ മാറ്റം. ഇല്ലയോ? അപ്പോൾ എത്ര നാളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഇപ്പം 2 മാസമായിട്ടേ ഉള്ളൂ. 2 മാസമായതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നാൾ ഈ 9 കൊല്ലമായിട്ടുണ്ടായ ഒരു പ്രശ്നം ഈ 2 മാസം കൊണ്ട് ഒരു പരിഹാരം. ഭയങ്കര സന്തോഷമുണ്ട്. ഇല്ലയോ? അമ്മയുടെ പേരെന്തുവാ? ബിന്ദു. ബിന്ദു. അച്ഛൻ്റെ പേര്? രാജീവ്. സ്ഥലം എവിടാ? ഇവിടെ നടക്കാവ്. നടക്കാവ്, കോഴിക്കോട് തന്നെ. എങ്ങനെ ഈ ഗുരുമറ്റത്തിനെ പരിചയപ്പെട്ടത്? വീഡിയോ, സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ എങ്ങനെയുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഇതിലാ വന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വൻ വിജയം. കാരണം ഇത് കണ്ടു മനസ്സിലാക്കി നമുക്ക് ഓരോന്നിനെ തിരിച്ചറിഞ്ഞ് മരുന്ന് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു വിജയം നമുക്ക് ഈ പറഞ്ഞ രോഗികൾക്കും ഉണ്ട്. സാറിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാറേ, പേര്? നമസ്കാരം, എൻ്റെ പേര് ചന്തു ജി മോഹൻ എന്നാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും സോറിയാസിസ്, പാർക്കിൻസൺസ്, ആർത്രൈറ്റിസ്, പിന്നെ ഹെർണിയ, തൈറോയ്ഡ് തുടങ്ങിയ അസുഖങ്ങളെല്ലാം ചികിത്സയുണ്ട്. അവിടുത്തെ കൂട്ട് തന്നെ അവിടുത്തെ കൂട്ട് തന്നെ സെയിം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ കോഴിക്കോട് മോഡേൺ ബസാർ സ്ഥലത്ത് ആദ്യം തുടങ്ങിയത്. അവിടെ ഒരു 10 ബെഡിന്റെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയത്. പിന്നെ നമുക്ക് നല്ല റഷായി, കുറച്ച് നല്ല തിരക്കതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് ഈ കോട്ടൂണിലോട്ട് മാറി. അപ്പോൾ ഇവിടെ ഒരു 24 ബെഡിന്റെ ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാ മേജർ ചികിത്സകളും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സാർ, ഇന്ന് എന്താ ഇവിടെ പരിപാടി? ഇന്നിവിടെ പ്രധാനമായിട്ട് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുകയാണ്. അത് നമ്മളിപ്പം കോട്ടൂണിൽ ഇവിടെ സ്ഥാപനം തുടങ്ങിയതിന്റെ പേരിലായിട്ട് ഫസ്റ്റ് ഒരു 2 ദിവസത്തെ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂരുകാരനാണ്, ശരിക്കും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയത് സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത് എത്താൻ പറ്റിയ സ്ഥലമാണല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് പത്തനംതിട്ട വരണം. നമ്മൾ വീട് നിലയ്ക്ക് കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം പാടിയെത്തി അവിടെ റൂം എടുത്ത് നിന്ന് പിറ്റേന്ന് കാണിച്ചിട്ടേ വരാം. ഒരു വലിയ സാറേ, റൂമിന്റെ ഒക്കെ എങ്ങനെയാ? നമുക്കിവിടെ സ്റ്റാർട്ടിങ് 600 രൂപ മുതൽ 2000 രൂപ റൂമുകളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന വെച്ചാൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റാണ്. അതായത് ഒരു AC റൂം ഉണ്ടാവും, ഒരു നോൺ AC റൂം ഉണ്ടാവും, TV ഫെസിലിറ്റി എല്ലാം ഉണ്ടാവും. ഇതിന് 1500 രൂപയാണ് നമ്മൾ. ഇത്ര സെറ്റപ്പ്, 2 റൂമും ഇത് ഈ ഹാൾ ഉൾപ്പെടെ 1500 രൂപ. അതെ. ഡോക്ടറെ, അമ്മയ്ക്ക്? അമ്മയും നമ്മുടെ അച്ഛൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. അമ്മ നമ്മുടെ അടുത്ത് വരുമ്പം നീ ജോയിൻറ്റ് പെയിൻ ആയിരുന്നു, സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു, സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു, പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പം 21 ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് അമ്മ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് ചേഞ്ചസ് എന്താണെന്ന് ചോദിക്കണം. അമ്മ എങ്ങനെയുണ്ട്? അമ്മേ, എനിക്കിപ്പം നല്ല വ്യത്യാസമുണ്ട്, നല്ല കുറവുണ്ട്. മുട്ടിന് നീരുണ്ടായിരുന്നു, പിന്നെ നടക്കുമ്പോൾ ഒക്കെ ഭയങ്കര വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് 21 ദിവസത്തെ ഒഴിച്ചിലും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം മുട്ടിന് വേദന തീരെയില്ല, നീരും കുറഞ്ഞു, നല്ലപോലെ നടക്കാനൊന്നും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. രണ്ടുപേരും ഓക്കെ ആയി. സാറേ, ഇവിടെ വരേണ്ടവർ ആ വഴിയൊന്ന് കൃത്യം? പ്രധാനമായിട്ടും നമുക്കിത് കോട്ടൂളിയിൽ നേതാജി നഗർ എന്നാണ് നമ്മുടെ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര്. ഇത് വരികയാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ചേവരമ്പലം പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ നേതാജി നഗർ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാം. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രണ്ടിൽ കാണുന്നത് കണ്ണൂർ തൃശ്ശൂർ ഹൈവേ, നാഷണൽ ഹൈവേ കാണുന്നത്. നാഷണൽ ഹൈവേ 100 മീറ്റർ ദൂരമേ ഉള്ളൂ. 100 മീറ്ററേ ഉള്ളൂ. ഓക്കെ. നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മരുന്നുണ്ടാക്കുന്നത്. എവിടെ സാറേ ഉണ്ടാക്കുന്നത്? യഥാർത്ഥ മരുന്നുകൾ കണ്ടെത്തി കൃത്യമായിട്ടാണ് ഇത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലേക്കും ഈ മരുന്നാണോ? അതെ, നമ്മുടെ എല്ലാ ഹോസ്പിറ്റലും ഇവിടെ നിന്ന് തന്നെയാണ് മരുന്ന് മൊത്തം അയക്കുന്നത്. നമുക്ക് വെളിയിൽ നിന്ന് ഒരൊറ്റ പ്രോഡക്റ്റും നമ്മൾ എടുക്കുന്നതുമില്ല. ഈ മരുന്ന് എന്തിനുള്ള? ഇത് നമ്മൾ പ്രധാനമായിട്ടും സോറിയാസിസ് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള എണ്ണയാണ്. അപ്പോൾ ഇതോ? ഇത് നമ്മൾ പാർക്കിൻസൺ ഡിസോർഡേഴ്സിന് വേണ്ടി രോഗികൾക്ക് വേണ്ടി കൊടുക്കാനുള്ള എണ്ണയാണ്. സാറേ, നമ്മുടെ ഹോസ്പിറ്റൽ ഇപ്പോൾ കോഴിക്കോടുണ്ട്. അപ്പോൾ ഇവിടെ വരേണ്ടവരെ എങ്ങനെ വരേണ്ടത്? ഇവിടെ വരുന്ന നമ്മൾ മാവേലിക്കര കരയമ്പട്ട ഹനുമാൻ ക്ഷേത്രത്തിന് സമീപമായിട്ടാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ട് റോഡ് സൈഡിൽ തന്നെയാണ്. വലതുവശത്തായിട്ട് മതി കേട്ടോ.